ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ. ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ബോംബെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ഷാൻ ബിരിയാണി മസാല യൂസ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ എഗ് സാൻഡ്വിച്ചും പിന്നെ കോൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്തതും ചായയും ഒക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണീൻ്റെ പരിപാടിയാട്ടോ. അപ്പോൾ ഇന്നിപ്പം ഈ ഒരു ഷാൻ സ്പെഷ്യൽ ബോംബെ ബിരിയാണി മസാല യൂസ് ചെയ്തിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരുപാട് പേരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഒരു ബിരിയാണി മസാല ഒരു നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് എന്നൊക്കെ. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ളതാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബിരിയാണി മസാല യൂസ് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പം. അപ്പോൾ ഞാനിവിടെ ഒരു 60 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ളാട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ബിരിയാണിക്ക് ഈ ഒരു ഫുൾ പാക്കറ്റ് നമ്മൾ യൂസ് ആക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ ഒരു ബിരിയാണി മസാലയിൽ ഉള്ളത് എന്നുള്ളത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നോർമൽ ബിരിയാണി മസാലയിൽ നിന്നും കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി മസാലയ്ക്ക് ചേർക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് ഓഫ് കുക്കിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 കിലോ ജീരകശാല റൈസ് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവരൊക്കെ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസാണ്. എനിക്ക് ബിരിയാണി എന്ന് പറയുമ്പം ജീരകശാല റൈസിനോടാട്ടോ ഇഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ 3/4 പാത്രത്തോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലയ്ക്ക, പിന്നെ 1 ടീസ്പൂൺ ഷാജീരകം, ഒരു ചെറിയ പീസ് പട്ടയും 2 ബേ ലീഫും പിന്നെ ഒരു നാരങ്ങ ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ചേർക്കുന്നത്. ചിലർ ഗീ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിലേക്ക് 4 സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയും 3 മീഡിയം സൈസ് സവാളയാണ്. 4ഉം ഇതിൽ യൂസ് ചെയ്യുന്നില്ല, 3 മാത്രമേ നമ്മൾ മസാലയ്ക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു സവാള ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഈ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഒരു ഗോൾഡൻ കളറിൽ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുന്നത് വരെയാണ് നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത്. അപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ആ ഒരു മസാലയിലും കുറച്ച് ഉപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പം സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് സവാളയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതവിടെ അടച്ച് വെച്ച് ഫ്രൈ ആകുന്ന സമയത്ത് ദേ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെള്ളമൊക്കെ ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ട് അത് ഒരു 90% ഒക്കെ കുക്കായി വന്നാൽ മതി കേട്ടോ. ബാക്കി തമ്മിൽ കിടന്ന് വെന്തോളും. അപ്പം 90% ഈ ഒരു അരിയിനപ്പം വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിയിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല ഇച്ചിരി ചെവയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് സവാള ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു അടിയിലെ സവാള മാത്രം ഇങ്ങനെ കരിഞ്ഞ് വരും, മുകളിലുള്ളത് അത്ര ഫ്രൈ ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ആ സവാളയൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് ഇതേ അരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. 90% അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റി വെക്കുക കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞു ആ പാടില്ല. എങ്കിൽ പിന്നെ നമ്മൾ ദമ്മും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 90% കുക്കാക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഊറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദേ സവാളയൊക്കെ നന്നായിട്ട് ഇപ്പം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇനിയിപ്പം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സവാള കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സവാള മാറ്റി വയ്ക്കുകയാണ്.
അപ്പോൾ ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു ബിരിയാണി മസാലയിൽ തന്നെ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നിന്നും സ്പൈസി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാക്കറ്റിൽ 3-4 തക്കാളിയൊക്കെ ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ 2 തക്കാളിയെ ചേർക്കുന്നുള്ളൂ. ഒരുപാട് പുളി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിക്കായിട്ട് നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്, പിന്നെ നാരങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴണ്ട് മാഷായി വരുന്ന സമയത്ത് അതിലേക്ക് 1 പൊട്ടറ്റോയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ബോംബെ ബിരിയാണീൻ്റെ ആ ഒരു ഇതിൽ പൊട്ടറ്റോ ഒരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ അതാണ് പൊട്ടറ്റോ ചേർക്കുന്നത്. ഇനി പൊട്ടറ്റോ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിയിൽ കിടന്ന് കുറച്ച് നേരം ഈ ഒരു എന്താ പറയുക പൊട്ടറ്റോയും ചിക്കനും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത കളർ മാറി വരണം കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരല്പവും വെള്ളം ഞാനങ്ങനെ ഒഴിക്കുന്നില്ല. വെള്ളം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് 1 പാക്കറ്റ് ഫുള്ള് ഷാൻ ബിരിയാണി മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഡ്രൈഡ് പ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലുമൊക്കെ പുളിയുള്ളതാണ്. അപ്പോൾ അതും കൂടി വരുന്നത് കൊണ്ട് ഈ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാട്ടോ. അപ്പോൾ ആ ഒരു ബിരിയാണി മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ചിക്കനിലൊക്കെ പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ വേവുന്നത് വരെ നന്നായിട്ട് ഇത് കുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് അത് ചിക്കനൊക്കെ വേവുന്ന വരെ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കണം. പിന്നെ 1 കപ്പ് തൈര് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കട്ടത്തൈര് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പം ഈ തൈരും കൂടെ മിക്സ് ചെയ്തൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഒരു മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാല കേട്ടോ ഇതെന്ന് പറയുന്നത്. ഈ ഒരു പാക്കറ്റ് മസാല മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഫസ്റ്റ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയറിൽ ആ ഒരു മസാല ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മസാലയും പിന്നെ റൈസും ഇങ്ങനെ ലെയർ അങ്ങനെയല്ല ചെയ്യുന്നത്. ഫസ്റ്റ് ഫുള്ള് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലേക്ക് ഈ ഒരു ഫുള്ള് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മസാല ഉണ്ടാക്കിയ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മസാലയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് അതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു റൈസും കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഓറഞ്ച് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവാള ഉണ്ടല്ലോ, ഫ്രൈഡ് സവാള, അതും കൂടി ഇങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളറും ഓറഞ്ച് ഫുഡ് കളറും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളറൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു മഞ്ഞപ്പൊടീൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഈ ഒരു സാദ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബിരിയാണി എസൻസും കൂടി ഒരു 3-4 ഡ്രോപ്പ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു എസൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല മണമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദമ്മിലിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ.
അപ്പം ദമ്മൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. ഒരു കറക്റ്റ് ആ ഒരു ബോംബെ ബിരിയാണീൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ ഇതിന് കിട്ടുന്നത്. ഇപ്പം നല്ല രീതിയിൽ അരിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കുന്നില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മളിപ്പം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ബിരിയാണി മസാല അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വാങ്ങി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെയും ബൈ, അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.